ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഭക്ഷണം ഡയറ്റ് എന്ന് പറഞ്ഞ ഒരു കാരണവശാലും അത് കൺട്രോൾഡ് ഫുഡ് ഇങ്ങനെ കഴിക്കണം അങ്ങനെയൊന്നുമല്ല. അത് ഞങ്ങൾക്ക് ചെയ്തത് വയറ് നല്ലപോലെ ഉണ്ടായിരുന്നു. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്തത് ലേറ്റ് നൈറ്റ് ഉള്ള ഫുഡ് ഒഴിവാക്കുക. അതായത് 8 മണിക്ക് 8:30 മാക്സിമം 8:30ക്ക് ശേഷം ഞാൻ ഭക്ഷണം ഒന്നും തന്നെ കഴിക്കാറില്ല. നൈറ്റ് എല്ലാ ദിവസവും അങ്ങനെയാണ്. പക്ഷെ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ഈ വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നല്ലോണം ഭക്ഷണം ഒരു 10-11 മണി തുടങ്ങി ഞാൻ നല്ലോണം ഫുഡ് കഴിക്കുമായിരുന്നു. അത് കഴിക്കുന്നത് കൂടുതലും ഫ്രൈഡ് ഐറ്റംസ് ആണ്. കാരണം വേറൊന്നുമല്ല, എനിക്കിവിടെ വെക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഫുൾ ടൈം ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടും അതിൻ്റെ തിരക്കുകളിലൊക്കെ ആയിരുന്നുകൊണ്ട് കൃത്യമായി ഫുഡ് നേരെ ചൊവ്വേ എനിക്ക് വീട്ടിൽ വെക്കാനുള്ള സമയം സത്യം പറഞ്ഞാൽ കിട്ടിയിരുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഹോട്ടൽ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ എനിക്ക് നെഗറ്റീവായിട്ട് എൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്നു. രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിക്കുക, പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ചിലപ്പോൾ കഴിച്ചു, കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നമ്മൾ അത്രയും നേരം നമ്മുടെ ബോഡിയിൽ ഗ്യാസ് ഫോർമേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, രാവിലെ എണീറ്റ് വരുമ്പോൾ എന്താ പറയുക, നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ ഗ്യാസ് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, അസിഡിറ്റി ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാതെ വീണ്ടും നമ്മൾ ഗ്യാപ്പ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. മൈഗ്രെയിൻ വരാൻ തുടങ്ങി, അതുപോലെ തന്നെ ആസിഡ് റിഫ്ലക്ഷൻ ഉണ്ടാവാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. മാത്രമല്ല ഓവറായിട്ട് നമ്മൾ വെയിറ്റും വെക്കും. നമ്മൾ ചിലർ പറയും നല്ലോണം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് അവർ വെയിറ്റ് വെക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല. ബോഡിക്ക് മൂവ്മെന്റ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. 2 നമ്മൾ എന്തെങ്കിലും മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് കൊണ്ട് നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടാവാം. 3 നമുക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലൈക്ക് PCOD, തൈറോയിഡിന് 2 വിഭാഗങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് വണ്ണം കുറയുന്ന തൈറോയിഡുണ്ട്, ഒന്ന് വണ്ണം കൂട്ടുന്ന തൈറോയിഡുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടാവാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ക്ലിയർ അല്ലാതിരിക്കുമ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഓവർ വെയിറ്റ് വരാനുള്ള റീസൺസ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുവർ ഡയറ്റ്, ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണം മോശമായിരുന്നു. 2 എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു. 3ാമത്തെ കാര്യം ഞാൻ കഴിച്ചിരുന്ന മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് എനിക്ക് ആസ്മയും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക വെയിറ്റും ഒക്കെ ഉണ്ടായത്.